2025 സെപ്റ്റംബർ 24-ന് കേരള സംസ്ഥാന മന്ത്രിസഭ ജുഡീഷ്യൽ നഗരത്തിന് അംഗീകാരം നൽകിയത് എവിടെയാണ്? കളമശ്ശേരി. 2025 സെപ്റ്റംബർ 24-ന് കേരള സംസ്ഥാന മന്ത്രിസഭ ജുഡീഷ്യൽ നഗരത്തിന് അംഗീകാരം നൽകിയത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ്. ടൂർ ഡി താർ എന്ന കായിക വിനോദം താർ മരുഭൂമിയിൽ ഏത് പരിപാടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടൂർ ഡി താർ എന്ന കായിക വിനോദം താർ മരുഭൂമിയിൽ ഏത് പരിപാടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൈക്ലിംഗ് റേസ്. 2025 സെപ്റ്റംബർ 24-ന് ഫിലിപ്പീൻസ്, തായ്വാൻ, ചൈന, ഹോങ്കോങ് എന്നിവിടങ്ങളിൽ അപകടകരമായി ആഞ്ഞടിച്ച ഏറ്റവും ശക്തമായ ടൈഫൂണിൻ്റെ പേര് എന്താണ്? 2025 സെപ്റ്റംബർ 24-ന് ഫിലിപ്പീൻസ്, തായ്വാൻ, ചൈന, ഹോങ്കോങ് എന്നിവിടങ്ങളിൽ അപകടകരമായി ആഞ്ഞടിച്ച ഏറ്റവും ശക്തമായ ടൈഫൂണിൻ്റെ പേര് എന്താണ്? ടൈഫൂൺ രാഗസ. ആ പേര് നൽകിയത് ജപ്പാനാണ്. രാഗസ എന്ന പേര് നൽകിയത് ജപ്പാനാണ്. നികുതി വെട്ടിപ്പും നിയമവിരുദ്ധ വാഹന ഇറക്കുമതിയും ഉൾപ്പെട്ട റാക്കറ്റിനെ ലക്ഷ്യം വെച്ചുള്ള കസ്റ്റംസ് നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? നികുതി വെട്ടിപ്പും നിയമവിരുദ്ധ വാഹന ഇറക്കുമതിയും ഉൾപ്പെട്ട റാക്കറ്റിനെ ലക്ഷ്യം വെച്ചുള്ള കസ്റ്റംസ് നടത്തിയ ഓപ്പറേഷൻ്റെ പേര് എന്താണ്? നുംഖോർ. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് എത്തുന്ന 500ാമത് കപ്പൽ ഏതാണ്? വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് എത്തുന്ന 500ാമത് കപ്പൽ ഏതാണ്? MSC വെറോണ. പ്രധാനമന്ത്രി തറക്കല്ലിടുന്ന മഹിബൻസ്വര ആണവ നിലയ പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? പ്രധാനമന്ത്രി തറക്കല്ലിടുന്ന മഹിബൻസ്വര ആണവ നിലയ പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. തമിഴ്നാട് സർക്കാരിൻ്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരത്തിന് 2025-ൽ അർഹനായത് ആരാണ്? തമിഴ്നാട് സർക്കാരിൻ്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരത്തിന് 2025-ൽ അർഹനായത് ആരാണ്? KJ യേശുദാസ്. കേരള സർക്കാരിൻ്റെ ഏത് വകുപ്പാണ് എല്ലാ വർഷവും വയോസേവന അവാർഡുകൾ നൽകുന്നത്? കേരള സർക്കാരിൻ്റെ ഏത് വകുപ്പാണ് എല്ലാ വർഷവും വയോസേവന അവാർഡുകൾ നൽകുന്നത്? കേരള സാമൂഹിക നീതി വകുപ്പ്. കേരള ഫോറസ്റ്റ് വാച്ചറുടെ പുതിയ പേര് എന്തായിരിക്കും? കേരള ഫോറസ്റ്റ് വാച്ചറുടെ പുതിയ പേര് എന്തായിരിക്കും? ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റൻ്റ്. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി ഏത് തരം